എന്ത് ഭംഗി അഞ്ജലി കാണുന്ന ചില ആൾക്കാർ മുമ്പിൽ നിന്ന് അങ്ങനെ പറയാൻ എന്ത് ഭംഗി നിന്നെ ഫോണെന്തിലും എന്തെങ്കിലും സാധനം അടുത്ത് പോകുമ്പോ അവൾ ഇങ്ങനെ എടുത്ത് കൊടുക്കും. എന്നിട്ട് എന്നോട് ഞാൻ ഓവർ സ്മാർട്ട് ആവില്ലേ, കൂടുതൽ ഓവർ സ്മാർട്ട് ആവണ്ടാട്ടാ, ഞാൻ വീട് സ്മൂത്ത് ആയിട്ട് ഞാൻ എടുത്ത് കൊടുക്കും. ആരാണ് കൂടുതൽ പോസസീവ്? ആരാണ് കൂടുതൽ? തമ്മിലാണോ അതോ? തമ്മിലല്ല. മലപ്പുറം കുറച്ചായി. അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാകും. അപ്പൊ ഞാൻ നേരെ ഈ സൈഡിലേക്ക് തിരിച്ചു. സൈഡിലേക്ക് വരിക. അമ്മയോട് ചോദിച്ചു, അമ്മയോട് ചോദിച്ചു. വെറുതെ എന്നെ യുദ്ധം ചെയ്യിപ്പിക്കാൻ വിളിച്ച് എന്നെ കടുവരെ കൂട്ടിയിട്ട് കൊടുക്കണതിനാ. ശരിക്കും ദേഷ്യമൊക്കെ ഉള്ള ആളാണല്ലേ. പക്ഷെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, പുറത്തിറങ്ങിയ പൂച്ചക്കുട്ടിയാ. പുറത്തിറങ്ങി ഇത്ര നല്ല മോള് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞ പേരടിച്ച് നെറ്റിയിലോട്ട് ചോദിക്കണം. റൊമാൻസ് ഒക്കെ വരാൻ കുറച്ച് കൂടുതൽ ഷൈ അഞ്ജലി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണ്? അത് ഭയങ്കര ആണല്ലേ? നല്ല സൈക്കിൾ എന്നൊക്കെ പറയുന്നത്. ഞങ്ങൾ ഈ അടുത്ത് എവിടെ പോയപ്പോ ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണോന്ന് ചോദിച്ചു. എനിക്ക് തന്നെ നാളെ ഞാൻ നമ്മുടെ തടി കുറയ്ക്കാൻ മെയിനായിട്ട് തീരുമാനിച്ചു. ഓ, അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരുന്നു. എത്ര വലിയ റീസൺസ് പറയുകയാണെങ്കിൽ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളെ ഡയറക്റ്റ് ഒരു അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അത് മാത്രം നമ്മളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പറയാം, അങ്ങനെ ശരിയല്ല. ഇവിടെ സിനിമയിൽ വരാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്. ശരി. ആ പുള്ളി അത്യാവശ്യം നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി. പറയാല്ലേ, എനിക്ക് ഞാൻ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ സക്സസ് ആവും ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആരും ഒന്ന് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് നടക്കുമെന്ന് എനിക്കറിയാം. ഇവര് കാരണമായിരിക്കും അല്ലെങ്കിൽ അവര് നാളെ എന്നെ സിനിമ ചെയ്യിപ്പിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പേടിച്ചിരിക്കുക അങ്ങനെ ചിന്താഗതിയൊന്നും എനിക്കില്ല. ഒരു ഫ്ലൈയിങ് കിസ് തരൂ. ഒരു ഫ്ലൈയിങ് കിസ്. ഐ ലവ് യു. ചോക്ലേറ്റ് മേടിച്ചു തരാമെങ്കിൽ പറയാമല്ലേ? ശരി. നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നമുക്ക് ചോദിച്ചു പോവാം. ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ചെറിയ വഴക്കൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ആരാ ശരിക്കും? ഇപ്പൊ ഇതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഫസ്റ്റ് ആരാ കുഴപ്പമില്ല നമുക്കിത് ഇവിടെ തീർക്കാം എന്ന് പറയുന്നത്? അതെങ്ങനെയാണെന്നറിയോ? ഒരു എക്സാമ്പിൾ വെച്ച് പിണങ്ങിയിരിക്കുന്ന വെച്ചോ. ഇപ്പൊ എനിക്കാണ് അഞ്ജലിയെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് സോൾവ് അഞ്ജലിക്ക് അവള് സോൾവ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്, രണ്ടുപേരും ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. അതായത് ഇപ്പൊ അങ്ങനെ ചിലപ്പോ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു കടയിൽ പോയി അത്യാവശ്യം എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി പാല് വാങ്ങി തരാം. ഞാൻ പെട്ടെന്ന് ആയിട്ട് തിരക്കാണെങ്കിൽ തിരക്കല്ലെങ്കിൽ പാല് വാങ്ങി അഞ്ജലി വിചാരിക്കും ഇങ്ങേർക്കൊന്നും മനസ്സിലാവില്ല, എന്നെ നമ്മളിതെല്ലാം കലക്കി കൊടുത്തു. അതാകുമ്പോ ഇത് അറിഞ്ഞ് പെരുമാറാനല്ലോ. അവനിക്ക് എന്താണ് തോന്നുന്നത് ഞാൻ ഈ ചോദിച്ചത് ചോദ്യം? അതായത് രണ്ടുപേരും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുമ്പോൾ ആദ്യം ആരായിരിക്കും സാരല്ലേ ഇത് വിട്ടേക്ക് ബാക്കമോൺ എന്ന് പറയുന്നത്? ഇവരടി കൂടുമ്പം ഞാൻ അവിടെ മിണ്ടാണ്ടിങ്ങനെ ഇരുന്ന് കാണും, ഷോ പോലെ ഇങ്ങനെ കാണും. പിന്നെ ആദ്യം ഇങ്ങനെ കളിക്കണ്ടാവും. പിന്നെ ഞാൻ ആദ്യന്റെ പുറകെ പോകും. പിന്നെ ഞാൻ റൂമിൽ കുറച്ചേരം ഇരിക്കും. റൂമിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഇവരെല്ലാരും ചില്ലടിച്ചിരിപ്പുണ്ടാവും. ആരാ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ എന്റെ കൂടെ എന്നെ മടിയിരുന്ന് കളിച്ചോണ്ടിരിക്കും. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാല് നേരെ എന്റെ കണക്ക് ഇറങ്ങി അവളുടെ അടുത്ത് പോയിട്ട് അവിടെ നോക്കും. ഞാൻ അവളെ കൈ പിടിച്ചിട്ടുണ്ടോ, ദേഹത്ത് ഉപദ്രവിക്കുന്നുണ്ടോ, എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ അടിപിടി അപ്പൊ അത് ബ്രഷ് ഫോൺ എന്നൊക്കെ പറഞ്ഞു എന്റെ കയ്യിൽ ബാക്ക് വെച്ച് എന്റെ കയ്യിൽ കളിക്കാനിരിക്കും. ഭയങ്കര ഇതാണല്ലേ അത്. മടിയിലിരുന്നാലും ഹലോ ഈ അതിനിപ്പം നിങ്ങൾ എല്ലാവരും ഫിലിമിനെ പറ്റി വീട്ടിൽ സംസാരിക്കുമ്പോഴും എല്ലാം അതിനെപ്പറ്റി കേൾക്കുമ്പോൾ അതിനോട് ഫിലിമിനോടും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്നതിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റ് നവരസം കാണിക്കും. പിന്നെ ശരിക്കും ഇവള് ഇങ്ങനെ അഭിനയം പഠിച്ച ഇത്ര ചെറുപ്പത്തിലെന്ന് എനിക്ക് അതിശയം തോന്നാറുണ്ട്. കാരണം ഇവള് എന്തെങ്കിലും പുള്ളി ഇങ്ങനെ പാട്ടൊക്കെ പാടുമ്പോ വെള്ളി വീഴും അല്ലെങ്കിൽ പരിചയമില്ലാത്ത രീതി ചിലപ്പോ ആ ട്യൂണിലായിരിക്കില്ല പാട്ട് പാടുക. അപ്പൊ ഇങ്ങനെയാ അവള് ചോദിക്കണം, ഇങ്ങനെ വെക്കോള്. അപ്പൊ തന്നെ റിയാക്ഷനാ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അമ്മ അതായത് ഇങ്ങനെ ചെയ്താൽ വേദനിക്കണം. എന്റെ കയ്യിൽ ഈ പാട് കണ്ടോ, എല്ലാം എന്നെ പിച്ച് മാന്തിയതാ. അപ്പൊ അതിനുശേഷം പിച്ചണ്ട ഇങ്ങനെ കാണിച്ചാൽ മതി, ഇങ്ങനെ കുത്തിയാൽ മതി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പൊ എന്താണെങ്കിൽ അവളിങ്ങനെ
ഭയങ്കര ഇൻസ്റ്റന്റ് എക്സ്പ്രഷൻ ആണ്. അതായത് നമ്മള് വിചാരിക്കും ഇവള് ഈ എക്സ്പ്രഷൻ ഒക്കെ ഇത് എവിടുന്നാ പഠിച്ചേ എന്ന് വിചാരിക്കും. ഇല്ലാത്ത എക്സ്പ്രഷനാണ്. നമ്മൾ ഈ കഥകളി ഓട്ടം തുള്ളുന്ന ആൾക്കാരൊക്കെ സ്റ്റേജിൽ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അതുപോലെ ടച്ച് വുഡ് അതുപോലെ അവള് ചെയ്യും. ഞാൻ ഇത് ഇവളെ എവിടുന്നാണ് അതൊക്കെ പഠിച്ചതെന്ന് പഠിച്ചോണ്ട് വരുന്നു അല്ലേ. അതുകൂട്ടാ ഫോട്ടോ സൂം ചെയ്ത് നോക്കുവോ കൂടുതൽ കാണാൻ എന്തൊക്കെയാണ് ആവോ അല്ലേ. അതിനെ വിളിക്കുന്നത് എന്താ ചോദിക്കും, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? സൂപ്പറാണോ? സൂപ്പറാന്ന് പറയാ. അടിപൊളിയായിട്ട് പോകുന്നോ? അത് അവിടെ ബിസിയാണ് മച്ചാൻ. ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാ ഓക്കെ. ഭയങ്കര ഡയലോഗ് അടിയാ. നിങ്ങള് ഇപ്പം ഒന്ന് അതായത് ഈ റൊമാൻസ് ഒക്കെ വരാൻ കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ ഷൈ അഞ്ജലി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ശരിയാണോ? അത് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലേ. സഹിക്കൂല, പറ്റത്തല്ല സഹിക്കൂല എന്നൊക്കെ പറയുന്നാല് എനിക്ക് ഇത്രയും നല്ലൊരു മറ്റേ അഭിനേത്രിയായിരിക്കുന്നേ. ഓരോ മൂഡ് സ്വിംഗിൽ ഇരിക്കും. മൂഡ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇതിനകത്ത് ഇങ്ങനെ ഇൻവോൾവ് ആയിട്ടിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളായി. പക്ഷെ പുള്ളിക്ക് അങ്ങനെ മൂഡ് സ്വിംഗ് ഫുള്ളി ഓൺ. ഇതൊക്കെ എന്തെന്ന് ഫുൾ ടൈം ഹാപ്പി, ഫുൾ ടൈം സംസാരം. അങ്ങനെ ഞാൻ പറഞ്ഞേ, ഞാൻ അറിയുന്നവരോട് മാത്രമേ ഉള്ളൂ കേട്ടോ. കംഫർട്ട് സോണിൽ കംഫർട്ട് സോണിലല്ലെങ്കിൽ ഇല്ല. എനിക്ക് ഫുള്ള് ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ട്രാവലൊക്കെ ചെയ്ത് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ എല്ലാവരും ജോലി ആയിട്ട് ഇരിക്കുന്ന ഒരു തമാശയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെയാണ് എനിക്ക് എന്റെ സന്തോഷം. എല്ലാവരും അങ്ങനെ ഇരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചുറ്റുള്ള എല്ലാവരും അങ്ങനെ ഇരിക്കണം ഞാൻ 100% അങ്ങനെ ആഗ്രഹിക്കണം. അങ്ങനെയാണ് ആ ഒരു ഹാപ്പി സർക്കിൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാക്സിമം പെട്ടെന്ന് തീർക്കുക അങ്ങനെ എന്നുള്ള അതാണ്. ഓക്കെ. ഈ മോളെ അതുപോലെ തന്നെ ഈ ചിരി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ ചിരിയെ പറ്റി ഒരാൾ ഒരു കണ്ടീഷൻ വെച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ബെൻ സിനിമയ്ക്കകത്താണോ? ചിരി കണ്ടീഷനോ? വിപിൻ ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. സീരിയസ് ആയിട്ട് ബെന്നിനകത്താണോ അത്? സീരിയസ് ആയിട്ട് ചിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞപ്പോ മോള് സീരിയസ് ആയിട്ട് ചിരിക്കണമെന്നെന്തോ പറഞ്ഞൊരു സംഭവം എനിക്കത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇൻട്രോ സീനില് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് ചിരിക്കാൻ പറഞ്ഞപ്പോ ചിരിച്ചു വന്നോ? ചിരി എന്തോ ഒരു കണ്ടീഷൻ വെച്ചെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എവിടെയോ. അത് എനിക്ക് ആ സീനാണെങ്കിൽ അതൊരു ക്രാഡിൽ അവർ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. അത് ഒരു 5-6 കുട്ടികളുണ്ട്. അപ്പൊ അത് ഇവളും ഉണ്ടായിരുന്നു. അപ്പൊ ഇവളടുത്ത് എന്താണെന്ന് അന്ന് അങ്ങനെ പറഞ്ഞേന്ന് എനിക്ക് ഓർമ്മയില്ല. 5-6-7 വയസ്സുണ്ട്. സ്റ്റാർട്ടിങ് ടൈം ചെറിയ ആളായിരുന്നു. ഈ സ്റ്റാർട്ടിങ് ടൈമില് ഫസ്റ്റ് 7 വയസ്സിലൊക്കെ മൂവി ചെയ്യാന്ന് പറയുമ്പോൾ അല്ലേ, 8ാം മാസത്തില് ചെയ്തു. 8ാം മാസത്തില് 5 സുന്ദരികൾ. അനിക സുരേന്ദ്രന്റെ അനിയത്തിയായിട്ട് ഞാൻ അമ്മ, അനിക്കയുടെ അമ്മ, അവള് ചെറിയ മോള്. അങ്ങനെ 8 മാസത്തിൽ തുടങ്ങിയതാണ്. അത്രയും ചെറിയ ഏജിൽ 8ാം മാസത്തിലെ കാര്യത്തിൽ പറഞ്ഞേ. ഇപ്പൊ 7 വയസ്സിലും 6 വയസ്സിലൊക്കെ മൂവി ചെയ്യുന്ന ടൈമിൽ നോക്കുമ്പോൾ ഇപ്പൊ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് കുറേ തോന്നില്ലേ? ഇപ്പൊ നേരത്തെ ചെയ്ത മൂവി വീട്ടിൽ പറയാറില്ലേ, അയ്യോ അമ്മ അല്ലെ ആ സമയത്തൊക്കെ ഞാൻ എങ്ങനെയാ ചെയ്ത്. ഇപ്പം ആ ഒരു ഇമ്പ്രൂവ്മെന്റ് സെൽഫ് വീട്ടിലത് പറയാറില്ലേ? എസ്പെഷ്യലി അതർ ലാംഗ്വേജ് ചെയ്യുമ്പോ അല്ലേ? ഇപ്പൊ അതർ ലാംഗ്വേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മൂവി സെറ്റിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻസ്പയർ ചെയ്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? അഭിനയിക്കും സെറ്റിൽ വെച്ചിട്ട് അജു അങ്കിള്. അതർ ലാംഗ്വേജ് ആണെങ്കിലും? അതർ ലാംഗ്വേജ് ആണെങ്കിൽ വിക്രം അങ്കിളുടെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്കിൾ എന്ന് വെച്ചാൽ ഭയങ്കര ചില്ല, ഭയങ്കര ചില്ല്. ഫുള്ള് ഇങ്ങനെ എന്താ പറയാ, അവിടെ കുറെ ആൾക്കാർ നിക്കുന്നുണ്ടാവും. ഞങ്ങളൊരു വീട്ടിലൊരു വില്ലേജ് ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പൊ അവിടെ കുറെ ആൾക്കാർ നിൽക്കുക. അവരെയൊക്കെ വിളിച്ച് ഒരു ചെയറൊക്കെ ഇട്ട് ഇപ്പൊ നിങ്ങക്ക് ഷോട്ടൊക്കെ കാണാലോ, അവിടെ ഇരുന്നോ, അങ്ങനെയൊക്കെ ഫുൾ ചില്ല. ഇത്രയും വലിയ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ എന്താ എന്റെ മെന്റാലിറ്റിയിൽ ഷോട്ട് കഴിയാ, കാരവാൻ പോവാ, ഷോട്ട് കഴിയാ, അതാണ് എന്റെ മെന്റാലിറ്റിയില്. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ പുള്ളിക്ക് ഷോട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഇന്നിപ്പോ ഫുൾ ഡേ ഒരു ഷൂട്ട് ഇല്ലെങ്കിൽ ആ സെറ്റിൽ തന്നെ ഉണ്ടാവും. ഷൂട്ട് വരേണ്ട ആവശ്യമില്ലേ പോലും ഉണ്ടാവും. അതെ, ഉണ്ടാവും. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ടുവരും. അങ്ങനെ ഞാൻ എന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഒക്കെ ഇട്ടുണ്ടായിരുന്നു 3 ചോക്ലേറ്റ് ഒരു ദിവസം. പിന്നെ അങ്ങനെ കുറച്ച് ഇങ്ങനെ ചോക്ലേറ്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. ലക്കി ഫെലോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണല്ലോ, നമ്മൾ പണ്ട് തൊട്ടേ രജനി സാർ എന്ന് പറയുമ്പോൾ തന്നെ വി ആർ ലൈക്ക്, അപ്പം അതൊക്കെ ഒരു ലക്ക് ഫാക്ടറും പിന്നെ നമ്മളുടെ
കഴിവും തീർച്ചയായിട്ടും എല്ലാം എന്ന് തീർച്ചയായിട്ടും പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ വൺ തിങ് എപ്പോഴും രജനി സാർ എന്ന് പറയുമ്പോൾ ഒരു മെമ്മറി എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണെങ്കിൽ? അന്ന് നമ്മള് അണ്ണാത്തയുടെ സെറ്റിൽ സമയത്ത് അന്ന് കുറെ നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റി, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. പക്ഷെ എന്നാലും അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓൺ റോഡിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. നടന്നു വന്ന് പുള്ളി വണ്ടി സ്ലോ ആക്കി ഗ്ലാസ് താത്തിയിട്ട് സംസാരിച്ചിട്ടാ പോയെ. പുള്ളി തിരിച്ച് വീട്ടിൽ പോവാണ്, മീൻസ് ഷൂട്ട് കഴിഞ്ഞ് പോവാണ്. അപ്പൊ ഞങ്ങള് നമ്മളോടൊക്കെ പെട്ടെന്ന് നമ്മളങ്ങനെ പ്രതീക്ഷിക്കുന്നൊന്നും ഇല്ലല്ലോ. ഒരാള് വർക്ക് കഴിയുമ്പോ, പ്രത്യേകിച്ച് ഇതുപോലുള്ള അത്രയും ലെജൻസ് ആൾക്കാർ പെട്ടെന്ന് അവര് അവിടെ നിന്ന് പോവും. പക്ഷെ വന്ന് ഗ്ലാസ് ഒക്കെ താത്തി സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നിയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ തരുന്നു. അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ല, വണ്ടി നിർത്തിയാൽ സംസാരിച്ച് ഒരു ആവശ്യമില്ല, വണ്ടി സ്പീഡിൽ അങ്ങ് പോവായിരുന്നു. അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ടൈമിന്റെ ഇത് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഒരു സെഗ്മെന്റ് പിടിച്ചാലോ? റെഡി? ഓക്കെ. ഇതിന്റെ ആൻസർ ശരിക്കും വേണേ ആവണിക്ക് ആദ്യം പറയാം, എന്നിട്ട് നിങ്ങൾക്ക് അതിനെ പറ്റി പറയാം. റെഡി? ഓക്കെ. വളരെ പെട്ടെന്ന് പറഞ്ഞാൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് പെട്ടെന്ന് ദേഷ്യം വരും. അത് ഞാൻ അങ്ങ് എടുത്തു എന്നല്ലേ ചോദ്യം, ഞാൻ അങ്ങ് എടുത്തു എന്നല്ലേ? ഒരു എക്സാമ്പിളും പറയണം. എക്സാമ്പിൾ എന്ന് പറയുമ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ പോട്ടിന്റെ കേസ് പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് ഇപ്പൊ പൊട്ടിത്തെറി പെട്ടെന്ന് അങ്ങോട്ട് നമ്മളിപ്പോ ഇങ്ങനെ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ വരും, പെട്ടെന്ന് സ്പോട്ടിലായിരിക്കും. അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, ചുമ്മാ സ്പോട്ടിൽ നടക്കും. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ ഓക്കെ ആവും. ഇതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് മിസ്റ്റർ അജിത്തേട്ടൻ പറയാനുള്ളത്? അഞ്ജലി ഇങ്ങനെ ഞാൻ വിചാരിച്ചെന്തായോ അവളെ ആലോചിക്കണം എന്റെ പേര് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം എനിക്ക് ചില സമയത്ത് ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അവളുടെ സ്ഥായിയായ ഭാവം എപ്പോഴും ഒരേ രീതിയിലുള്ള ഒരേപോലത്തെ ഇതാ. ഞാൻ ആദ്യം പറഞ്ഞു സ്ഥായിയായ ഭാവമാണ്, ഇങ്ങനെയാണ് സ്ഥായിയായ ഭാവമാണ് 24/7. അപ്പൊ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടുന്നത് കൊണ്ടാണ് അവർ പെട്ടെന്ന് കയറി പിടിക്കുന്നത്. പക്ഷെ ഈ ദേഷ്യത്തിലൊന്നും വീഴാത്ത എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഫൺ കൈ ഉള്ളപ്പോ പിന്നെ ദേഷ്യം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ വെച്ചാൽ അവിടെ ആ നമ്മുടെ വീടെന്ന് പറയുന്നത് ശരിക്കും ഒരു കടല് പോലെയാണ് ശരിക്കും ഡെഫിനിഷൻ. എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ പെട്ടെന്ന് ഭയങ്കര ശാന്തമായിട്ടിരിക്കുന്ന കാണാം വീട്, പെട്ടെന്ന് സുനാമി പോലെ എല്ലാം കൂടെ അടിച്ചു കയറി വരുന്നത് കാണാം. പിന്നെ കടൽ ആ ഒരു ശാന്തമായിട്ടിരിക്കുന്നത്, ചെറിയ തിരകൾ, അങ്ങനെ വലിയ തിരകൾ, അങ്ങനെ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഇവിടെ വരേണ്ടി വന്നു. അല്ല, അത് പെട്ടെന്ന് ഓർമ്മ വരാൻ കാരണം വെച്ചാൽ പണ്ട് ഞാൻ തമിഴിലൊരു ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോ എന്നെ പെട്ടെന്ന് ഡിഫൈൻ ചെയ്താൻ പറഞ്ഞപ്പോ ഞാൻ എന്നെ സുനാമി ആയിട്ട് ഡിഫൈൻ ചെയ്തേ. അത് പെട്ടെന്ന് ഞാൻ ഓർത്ത് പറഞ്ഞതാ വീടായിട്ട്. അല്ല, എന്തുകൊണ്ടാ വെച്ചാൽ അത് ആരെങ്കിലും ചെകഞ്ഞെടുത്ത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ക്ലബ് ചെയ്ത് ഇന്റർവ്യൂ എടുത്തിട്ടാ പോലെ. അതാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോ വീട് അതുമായിട്ട് ഉപയോഗിച്ചതാണ്. ആവണിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്നത് എപ്പോഴാ? അത് വരുമല്ലോ, ആവണിക്ക് ദേഷ്യം വരുമല്ലോ. ഞാൻ പറയാം. എന്റെ സ്റ്റഡി ടേബിൾ, ഞാൻ സ്കൂളിൽ പോകുമ്പോ എന്റെ സ്റ്റഡി ടേബിളിൽ നിന്ന് ഓരോ മാർക്കറും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് ഞാൻ നോക്കുമ്പോ വീട്ടിൽ നിന്ന് ഇങ്ങനെ വന്ന് ബാഗൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോ എന്റെ 3 മാർക്കർ കാണുന്നില്ല. ഞാൻ നേരെ അതിനടുത്ത് പോകും. ആ ചുറ്റുപാടത്തിൽ അടപ്പ് 1 ഈ മാർക്കറിന്റെ അടപ്പ് 1 കിലോമീറ്റർ അപ്പുറത്ത്, മാർക്കർ 1 കിലോമീറ്റർ അപ്പുറത്ത്. ഞാൻ ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ദേഷ്യം വരും. അങ്ങനെ കുറച്ച്. പിന്നെ ഞാൻ നോക്കുമ്പം എന്റെ ഫോണ്, ഞാൻ വരുമ്പോ തന്നെ ഫോൺ എടുത്ത് ചുമ്മാ ഒരു 5 മിനിറ്റ് ഒക്കെ റിലാക്സ് ചെയ്യും. ഫോൺ കാണൂല, എനിക്ക് ദേഷ്യം പിടിക്കും. ഞാൻ വച്ച സ്ഥലത്തൊക്കെ അല്ല ഫോൺ ഇരിക്കാം. ചിലപ്പോ മുകളിലൊക്കെ കൊണ്ടേ വെക്കും അമ്മ. അപ്പൊ ഞാൻ ഇങ്ങനെ തപ്പി അമ്മയോട് വിളിച്ചാൽ അമ്മയും കിട്ടുന്നില്ല. ചിലപ്പോ അമ്മ പുറത്തു പോയി കാണും. ദേഷ്യം പിടിച്ചിട്ട് അതെങ്ങനെ ശാന്തമാകും?
അങ്ങനെ അവൾക്കും ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കാൻ അങ്ങനെ ഇങ്ങനെയുള്ള അപ്പൊ ശരിക്കും ദേഷ്യമൊക്കെ ഉള്ള ആളാണല്ലേ? പക്ഷെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, പുറത്തിറങ്ങിയ പൂച്ചക്കുട്ടിയാ. പുറത്തിറങ്ങി ഇത്ര നല്ല മോള് വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞ പേരടിച്ച് നെറ്റിയിലോട്ട് ചോദിക്കണം. അത് വീട്ടിൽ കമ്പനി ആയി കഴിഞ്ഞാൽ ചിലപ്പം. പക്ഷെ ഞങ്ങളെല്ലാരും അങ്ങനെ തന്നെയാട്ടോ. നമ്മൾ ആ വീട്ടിൽ നിന്നുള്ളൊരു സംഭവത്തിലാണ് നമ്മൾ ഫുൾ ഇങ്ങനെ ഓപ്പൺ അപ്പ് ആവുന്നത്. നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഭയങ്കര ഡീസന്റ്, അതെനിക്ക് മനസ്സിലായിരുന്നില്ലേ? ഭയങ്കര ഡീസന്റ് ആണെന്ന് ഉദ്ദേശിച്ചത്. നിങ്ങളൊക്കെ ഡീസന്റ് ആണെന്ന് ഉദ്ദേശിച്ചത്. ശരിക്കും ബ്രദറും സിസ്റ്ററും ആകേണ്ടവരാ. ബ്രദർ സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഈ അടുത്ത് എവിടെ പോയപ്പോ ഞങ്ങൾ സിസ്റ്റേഴ്സ് ആണോ എന്ന് ചോദിച്ചു. എനിക്ക് തന്നെ കാണാതെ ഞാൻ അവിടെ തടി കുറയ്ക്കാൻ മെയിനായിട്ട് തീരുമാനിച്ചത്. ഓ, അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരുന്നു. എവിടെ പോയപ്പോഴാ അത് ചോദിച്ചേ? സിസ്റ്റേഴ്സ് ആണോ? എനിക്ക് ഓർമ്മ അത് പറയുമ്പോ അഞ്ജലി ഇങ്ങനെ സന്തോഷം കൊണ്ട് എവിടെ പോയപ്പോഴാ സിസ്റ്റർ ആണോ ഇവിടെ വെച്ച് ഈ കേരള ഈ രണ്ടുപേരും ഫംഗ്ഷൻ ഇപ്പൊ പോയി. എനിക്ക് തോന്നുന്നു ഈ കല്യാണത്തിനല്ല അല്ലേ? പറക്കാട്ട് കല്യാണം അല്ല, അതിന് മുമ്പ് ഏതാ ഫംഗ്ഷൻ? അവന് സത്യമാണല്ലോ അല്ലേ? കണ്ണുപൊട്ടിയാണോ തോന്നുന്നു. എന്റെ മുഖം അല്ലേ? ചിലത് ഞാൻ ഇങ്ങനെയൊക്കെ തുറന്നു നോക്കി ഇടയ്ക്ക്, ആരും കാണാതെ. ശരിക്കും എന്റെ കണ്ട പ്രശ്നമാണ്. എന്ത് ഭംഗി അഞ്ജലി കാണണം. ചില ആൾക്കാര് മുമ്പിൽ നിന്ന് ഇങ്ങനെ പറയുമ്പോ ഞാൻ വീട്ടിൽ എന്തായാലും ഫുൾ ടൈം ഓളമായിരിക്കും അല്ലേ? ഫുൾ ടൈം മനസ്സിലായി. ഓളം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. എന്താ വെച്ചാൽ ഞാൻ മോളിൽ എനിക്കൊരു ഓഫീസ് റൂമിലുണ്ട്, അതിൻ്റെ അകത്തിരിക്കും, അതിന് താഴെ ഇരിക്കും. പക്ഷെ കുറെ സമയം നമുക്ക് അങ്ങനെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സമയങ്ങൾ കിട്ടാറില്ല. ഓക്കെ, നെക്സ്റ്റ്. സഹായ മനസ്ഥിതി, വളരെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി. പുറത്തു പോകുമ്പോ ഞാൻ അവനിക്കാണ്. പുറത്തു പോകുമ്പോ ഞാൻ ഇടക്കിടയ്ക്ക് സഹായിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവരല്ല, മറ്റുള്ളവരെ. ആണല്ലേ? അവിടെയും കൈപോക്കും, രണ്ടുപേരും ഒരുമിച്ച് കൈപോക്കിയിരിക്കുന്നു. ഭയങ്കരമായിട്ട് ഹെൽപ്പിംഗ് മെന്റാലിറ്റി, കുറച്ച് കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ പറയാം, ഓവർ. അതായത് ബുദ്ധിമുട്ട് ഇപ്പൊ ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കും. ഹെൽപ്പിംഗ് കൂടുതൽ ആയിട്ടല്ലേ? ഇത്ര ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ മനസ്സിലായല്ലോ, ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ തലയെ കൈവച്ച് എന്ത് ചെയ്യും ഈശ്വര, ഈ പിള്ളേർക്ക് കൊള്ളാനുള്ളത് ഈ ദേ വന്നു ദാ പോയി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ പോലെ ആയല്ലേ? 10-30 ലക്ഷം രൂപ അങ്ങനെ പോയിട്ടുണ്ട്. കാര്യമായിട്ട് വെറുതെ പറഞ്ഞല്ല. അത് എനിക്ക് അതല്ലേ നമ്മളിപ്പോ ഉണ്ടാക്കുന്ന ഇപ്പോഴാണ് 2 വർഷമായിട്ടുള്ളത്, 2-3 വർഷമായിട്ടുള്ളത് മാറ്റി പിടിച്ചിട്ട് പഠിച്ചിട്ട് ഇനിയിപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലായത്. പക്ഷെ ഭയങ്കരമായിട്ട് നമ്മൾ ഈ മിസ്യൂസ് ചെയ്യുന്നത് അഞ്ജലിയെ മിസ്യൂസ് ചെയ്ത് അങ്ങ് മൊത്തത്തിൽ കുടുംബക്കാരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാരും നമ്മള് ഭയങ്കര അയ്യോ അവര് പാവാണ് അല്ലെങ്കിൽ അവർ ഇതാണ്, അത് കറക്റ്റ് ജെന്യുവൻ ആയിട്ട് ചോദിക്കാം. ഇവിടെ എനിക്ക് ഭയങ്കര ഇതിന്റെ ഇടയല്ല, ഞാനൊന്നും പറയില്ല. അവരുടെ സിനിമയിൽ വരാൻ വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്. ശരി. ആ പുള്ളി അത്യാവശ്യം നല്ല പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, പറയാല്ലേ? അത് അയാള് ഒരു ഞാൻ പറഞ്ഞില്ല, എനിക്ക് പലതൊന്നും ഉണ്ട്. അവള് പണ്ട് മുമ്പ് ഇയാള് ഇതിലേക്ക് വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് കഥകളൊക്കെ പറയുന്നുണ്ട്. അവര് പഴയ ഫ്രണ്ട്സിന്റെ കാര്യങ്ങളെല്ലാം എന്റെ അടുത്ത് പറയാൻ. ശരി. ഒരു എനിക്ക് ഇവിടെ കളിയാക്കുന്ന പോലെയാണ് വന്ന് കാണുമ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ഒരാളെ കൈപിടിച്ചെന്ന് ഹെൽപ്പ് ചെയ്ത് കയറ്റിയിട്ടുള്ള ഒരു വ്യക്തിയെ, ആ വ്യക്തി അയാൾ ഒരു സക്സസ് ആകുമ്പോൾ നമ്മൾ നോർമലി ഇപ്പൊ എന്താ ചെയ്യാ, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടത്തിൽ കൂടെ ഞാൻ അങ്ങനെ ചിന്തിക്കും, ട്രൈ ചെയ്യും പറ്റുന്ന പോലെ മാക്സിമം അയാളെ ഒഴിവാക്കാൻ. ഒരുപാടുണ്ട് കേട്ടോ. അതിപ്പോ സാമ്പത്തികമായിട്ടല്ല, ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്ത് അവർക്ക് അഭിനയിക്കാൻ ഒരു അവസരം വാങ്ങി കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ ഇന്ന ഹെൽപ്പ് എന്നല്ല, ചിലപ്പോൾ അവരുടെ ഒരു പെട്ടെന്നൊരു കാര്യം, ഒരു പേപ്പർ ശരിയാക്കി കൊടുക്കാൻ ഒരു സ്ഥലത്തേക്ക് വിളിക്കാനോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല. പക്ഷെ നാളെ ഒരു സമയത്ത് അവരുടെ റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ അവര് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമുക്ക് തോന്നിയാണ് ഞാൻ എന്തിനാ അവർക്കത് ചെയ്ത് അവരുടെ ഒരു ആക്ട് കാരണം അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് ഭയങ്കര ഈ അടുത്ത അഞ്ജലിയോട് ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ അയാളത്ത് പറയാന്ന് പറഞ്ഞപ്പോ അഞ്ജലി അത് പറഞ്ഞു, എന്റെ ആവശ്യമില്ല, സിനിമ തന്നെയുള്ള അയാളായിട്ട് എന്നെ വിളിക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കാര്യം അവൾ ആ പറഞ്ഞതുകൊണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് സത്യം, അത് പറഞ്ഞു പുള്ളിയായിട്ട് അത് തന്നെ പറയേണ്ടതാണ് നമ്മൾ. അതെ, വേറെ ആള് വന്നിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 ദിവസം മുമ്പ് എനിക്കൊരു കോള് വന്നു. ഒരു ജ്വല്ലറിയുടെ ഒരു ആഡാണ്, എന്തോ ആഡാണ്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരണം, ഒരു പ്രൊമോഷന്റെ വർക്കാന്നൊക്കെ പറയാം. ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് എന്നോട് ഇങ്ങോട്ട് 10,000 ആണ് കേട്ടോ പേയ്മെന്റ് എന്ന്. ഞാൻ മോനെ
നീ ആര് പറഞ്ഞിട്ട് എന്നെ വിളിച്ചേന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ ആ കുട്ടിയുടെ പേരൊക്കെ പറഞ്ഞു, ഇന്നാളുടെ പേര്. ഞാൻ പറഞ്ഞു ആ നമ്പർ എനിക്ക് തരണം. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഇന്നലെ വന്ന കുട്ടികൾ വരെ ചോദിക്കുന്ന ചാർജ് എനിക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ളതുകൊണ്ട് 15 വർഷത്തിലായി എനിക്കറിയാം. അപ്പം അത്യാവശ്യം തെറ്റില്ലാതെ ഒരു 100-151 സിനിമകളായി ഒരു സ്റ്റേറ്റ് അവാർഡ് ചെറുതായിട്ടെങ്കിലും വാങ്ങിയിട്ടുണ്ട്. ഒരു ഫിലിം ഫെയർ അവാർഡ് എങ്ങനെയോ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് തന്നു. അങ്ങനെ അത് ഞാൻ തെറ്റെന്ന് പറഞ്ഞു. അവള് അഭിനയിച്ചതിന്റെ ഫലമായിട്ടാണ് അവൾക്ക് അത് കിട്ടിയത്. ഡിസേർവ് ചെയ്തതാണ്. ചിത്രമൊക്കെ ചെയ്ത് നിന്നിട്ട് ഞാൻ പറഞ്ഞു നമ്പർ ഒന്ന് തരാം. അങ്ങനെ എന്നെ വിളിച്ച് 10,000 അല്ലേച്ചി അങ്ങനെയാണ് ബഡ്ജറ്റ്, അപ്പൊ ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു. എത്ര വലിയ റീസൺസ് പറയുകയാണെങ്കിൽ അങ്ങനെ വിളിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളെ ഡയറക്റ്റ് ഒരു അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ അത് മാത്രം നമ്മളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പറയാം, അങ്ങനെ ശരിയല്ല. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാറുണ്ട്. അല്ലെ നമ്മുടെ കൂടെ വന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ മൈൻഡ് ചെയ്യാതെ പാസ് ചെയ്ത് പോവുക, അങ്ങനെയൊക്കെ വിചാരിക്കും. നമ്മൾ എന്താ അങ്ങനെ എന്തിനു ചെയ്യണം, അങ്ങനെ എന്തിനു അറ്റാക്ക് ചെയ്യണം എന്നുള്ളത്, പേഴ്സണലി അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. പിന്നെ ബഹുജനം ഈസ് പലവിധം, നമുക്ക് ഒന്നും അതെ. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യിക്കുക ഈ സംഭവം, നമ്മൾ തന്നെ ഓർക്കും എന്തുകൊണ്ട് അവർ ചെയ്തില്ല. അതിൽ നമുക്ക് അത് തെറ്റില്ല, അത് നമ്മൾ മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തകളാണല്ലോ അത്. ദാറ്റ്സ് ഫൈൻ. പിന്നല്ല ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ അജിതേട്ടൻ ആക്ച്വലി എന്താ പറയുന്നത് അതിന്? സാരല്ല, ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ്, ഇഗ്നോർ ഇറ്റ് എന്നാണോ? അതോ നമുക്ക് നമ്മള് സക്സസ് ആയി പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അല്ല, രണ്ടും പറയും. ഇങ്ങനെ ഇഗ്നോർ ചെയ്യാനും പറയും. നമ്പർ ഞാൻ വിളിച്ചു നോക്കട്ടെ. ഞാൻ കൊടുക്കാറില്ല, ഞാൻ നമ്പർ മിക്ക സമയം ഞാൻ ഇടപെടുത്താറില്ല. എനിക്ക് രണ്ട് വേണ്ട, ഒന്ന് നേരെ പോന്നെ അല്ലെങ്കിൽ കാരണം പുള്ളി ലിറ്ററലി ഡയറക്റ്റ് അങ്ങ് പറഞ്ഞു കളയും കാര്യങ്ങൾ. സ്ട്രേറ്റ് ആയിട്ട് പറയും. അതൊരു നല്ല ക്വാളിറ്റിയാണ്. എനിക്ക് നാളെ അവരെ കാണണം, അവര് ചിലപ്പോ നമ്മളടിച്ച അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ സിനിമ ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ സക്സസ് ആവുന്ന ദൈവം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആരും ഒന്ന് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് നടക്കുമെന്ന് എനിക്കറിയാം. അല്ലെ ഇവര് കാരണമായിരിക്കും അല്ലെങ്കിൽ അവര് നാളെ എന്നെ സിനിമ ചെയ്യിപ്പിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പേടിച്ചിരിക്കുക, അങ്ങനെ ചിന്താഗതിയൊന്നും എനിക്കില്ല. ഇതുവരെയും അങ്ങനെയുള്ള ഇതും ഇല്ല. ചില പല അറ്റാക്കുകളും പല കാര്യങ്ങളും പലരും പറയുമായിരിക്കും, പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ഞാൻ അങ്ങനെ പോകുന്നു. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കൺവിൻസ് ചെയ്യാൻ ഇവരെ ആരെയാണ് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചെറിയ എന്തെങ്കിലും വേണം, അത് നൈസായിട്ട് മേടിക്കണം, അല്ലെങ്കിൽ അത് ആദ്യം പറയുന്നത് ഒന്ന്, അല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയായിരിക്കും ചിലപ്പോൾ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആരാ? ഇപ്പം സാധനങ്ങളാണെങ്കിൽ ഞാൻ അമ്മയോട് ചോദിക്കും. അപ്പൊ അമ്മ ഞാൻ ചിലപ്പോ ഉള്ളത് തീരുമ്പോ അമ്മയോട് ചോദിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ പറയും എന്തൊക്കെയോ ഇങ്ങനെ വേണ്ട വാങ്ങണ്ട, എന്തിനാ, അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ എനിക്കത് ഉപകാരമാണ്. അപ്പൊ ഞാൻ നേരെ ഈ സൈഡിലേക്ക് തിരിയും. അമ്മയോട് ചോദിച്ചു വെറുതെ എന്നെ യുദ്ധം ചെയ്യിപ്പിക്കാൻ വിളിച്ച് എന്നെ കടവരെ കൂട്ടിയിട്ട് കൊടുക്കണത്തില്ല. പ്രശ്നമാണല്ലേ? അന്നേരം അഞ്ജലി പറയായിരിക്കും എന്തിനാ മേടിച്ചു കൊടുത്തത്, അങ്ങനെ ചോദിക്കുമായിരിക്കും. അങ്ങനെയല്ല, നമ്മള് ചില സാധനങ്ങളൊക്കെ പെട്ടെന്ന് മൂളും, ആയിക്കോട്ടെ. ചില സാധനങ്ങൾ ചോദിക്കും, വേണോ ആവണീസി, നാളെ അതിന് ആവശ്യമുണ്ടോ, നമുക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടോ, പിന്നെ നിനക്കത് സെയിം സാധനം ഉണ്ടല്ലോ നിനക്ക്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ചോദിക്കും. പിള്ളേരുടെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം, ഒരു സാധനം കിട്ടണവരാണ് ഈ സാധനം ഉള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അത് 2 ദിവസം അത് അപ്പൊ ഞാൻ ചോദിക്കും, നിനക്ക് ഇതേപോലെ വാങ്ങി തന്നെ 2 ദിവസം കഴിഞ്ഞ് നീ അതവിടെ വെച്ചില്ലേ? അപ്പൊ അങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടേ ഓരോന്ന് ചില സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുള്ളൂ. ആരെയാണ് ആക്ച്വലി കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത് പെട്ടെന്ന് ഒരു കാര്യം പറഞ്ഞ്? ഇറ്റ് ഡിപെൻഡ്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിപെൻഡ്സ് ഓൺ സിറ്റുവേഷൻ. ഇപ്പൊ സ്കൂൾ ടൂർ ആണെങ്കിൽ ഈ സൈഡിലേക്ക്, സാധനങ്ങളാണെങ്കിൽ ഈ സൈഡിലേക്ക്. ഇവര് തമ്മിലുള്ള തല്ലുപിടുത്തത്തെ പറ്റി ഉണ്ടോ? കാരണം എന്തെങ്കിലും ഇവര് തമ്മിലുള്ള ചർച്ചകൾ? അയ്യോ, ഭയങ്കര നാടക. ഇവള് വെറുതെ ഇതിനെ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം അമ്മയ്ക്കൊരു സ്പൂൺ എടുത്തോണ്ട് വന്ന് അവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പോവുക അതുമായിരിക്കും. അത് പോയി എന്ന് മനസ്സിലാക്കുന്നതിനേക്കാളും വേഗതയിൽ ഇവള് പോയി സ്പൂൺ എടുത്ത്, ഞാനാണ് അമ്മയ്ക്ക് സ്പൂൺ എടുത്ത് കൊടുത്തത് എന്നും പറഞ്ഞോണ്ട് എല്ലാ കാര്യം ഇങ്ങനെ അവള് ചുമ്മാ ചെയ്യുന്നതാണ്. പക്ഷെ ഇവള് ഇങ്ങനെ ഇരുന്ന് പാമ്പർ ചെയ്ത് ഇങ്ങനെ സ്ക്രൂ ചെയ്ത് അത് എന്ത് കാര്യമാണെങ്കിലും അതെ. പെട്ടെന്ന് അമ്മ വന്നിട്ട് അമ്മ എന്നെ ആദ്യം തൊട്ടേ ചെറിയ എന്നിട്ട് അവൾക്ക് ഇഷ്ടമായി ഇവളെ റിയാക്ഷൻ കാണാൻ വേണ്ടിട്ട് അവന് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ ഒരു ചെറിയ മറ്റേ
ഇവിടെ തിരിച്ചേറ്റാക്കി. ഞാൻ പറയും ഇവള് ഇപ്പം എന്തേലും ഫോൺ എന്തെങ്കിലും സാധനം നടത്തു പോകുമ്പോ അവൾ ഇങ്ങനെ എടുത്ത് കൊടുക്കും. എന്നിട്ട് എന്നോട് ഞാൻ പറഞ്ഞ ഓവർ സ്മാർട്ട് ആവില്ലേ, കൂടുതൽ ഓവർ സ്മാർട്ട് ആവണ്ട കേട്ടാ, ഞാൻ വീട് സ്മൂത്ത് ആയിട്ട് ഞാൻ എടുത്ത് കൊടുക്കും. ഇങ്ങനെയാണ്. കറക്റ്റാ. ആരാണ് കൂടുതൽ പൊസസീവ്? പൊസസീവോ എന്നുവെച്ചാ ആരോട് ആർക്കാരോട്? അല്ല, പൊസസീവ്നെസ് കാണിക്കുന്നത് നിങ്ങൾ രണ്ടുപേരിൽ ആരാണ് കൂടുതൽ? തമ്മിലാണോ അതോ? തമ്മിലല്ല. കുറച്ചോ കുറച്ച് കൂടുതലായിരുന്നോ? കുറച്ചോന്ന് പറയുന്നു. അറിയില്ല. മനപ്പുറം കുറച്ചായി. അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാവും. ആണല്ലേ? അല്ല, അങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഇത്രയും പൊസസീവ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കുറച്ച് അങ്ങനെയല്ല, അത് ഇങ്ങനെയൊക്കെ കുറച്ചു പറയണ്ട. കുറച്ച് അല്ലെങ്കിൽ പണി കിട്ടും. ഞാൻ നിങ്ങളത് പറയട്ടെ, കുറച്ച് ഹു ഈസ് മോർ റൊമാൻറ്റിക്? പറഞ്ഞായിരുന്നല്ലോ, പക്ക ടൈമിംഗ് ആയിരിക്കും. അതും ഞാൻ പറഞ്ഞ സ്പോട്ടിൽ ഇറങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അത് ചില സമയത്തൊക്കെ ഞാൻ തന്നെ, ചില സമയത്തല്ല. അദ്ദേഹം ലാസ്റ്റ് മൂമെന്റ്, അതായത് 10 മണിക്ക് എത്താൻ 10:05 അല്ല സോറി 10:09:55 വരെ നിൽക്കും. അതുകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല. എവിടെ കിടന്ന് 10:50 അങ്ങനെയല്ല, എല്ലായിടത്തും കറക്റ്റ് ആയിട്ട് എത്തും. നമ്മള് എത്തേണ്ടടുത്ത് കറക്റ്റ് ആയിട്ട് എത്തും. വണ്ടി വേഗം ഓടിച്ചോളും. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന്. എന്നെ പ്രഷർ ചെയ്യും. എനിക്കാണെങ്കിൽ എനിക്ക് റിലാക്സ് ചെയ്തൊക്കെ കറക്റ്റ് ടൈമിലേക്ക് എത്തി നിൽക്കണം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല, എത്തണമെന്നാണ്. മറ്റേത് ഈ ടൈമിൽ കറക്റ്റ് ഇങ്ങനെ സൂചി ഇങ്ങനെ മുട്ടാറാകുമ്പോഴേക്കും എന്നെ ഗ്യാപ്പ് ഉണ്ട്. അയാൾ ഫ്രണ്ടിൽ വണ്ടി പോകുന്നില്ല. സാധാരണ നമ്മളാണല്ലോ ഇങ്ങനെ പോകുന്നത് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓരോ സൈക്കിളാരനെ ബൈക്കാരനൊക്കെ ഇങ്ങനെ വെട്ടിച്ചു ഇങ്ങനെ പോണമല്ലേ? നന്നായിരിക്കും. അല്ല, ഡ്രൈവ് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ അത്ര, എനിക്ക് എപ്പോഴും വണ്ടി ക്ലംസ് ആയിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആവുന്നുണ്ട്. സ്കൂട്ടർ പിന്നെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലൂടെ ചെത്തി പോകുന്നു. ഹിമാലയം വരെ ഞാൻ പോയിട്ട് കാറിലിരിക്കുമ്പോ കൂടുതൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും വണ്ടി ഓടിക്കുമ്പോഴേക്കും. അത് വേണ്ട ടെൻഷൻ ആയിരിക്കും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പോയ ഒരു സ്ഥലത്ത് പക്ഷെ അതിനി ഒരിക്കലും അങ്ങനെ അല്ല, എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾക്ക് സുഖകരമല്ലാത്ത ഒരു സംഭവം ഉണ്ടായ ഒരു സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ എവിടെയെങ്കിലും പോയി വെട്ടുപോയി, വേണേ കോമഡി പെർസ്പെക്റ്റീവിൽ പറയാം. ഹൈദരാബാദ് ലാസ്റ്റ് പോയപ്പോ ഭയങ്കരമായിട്ട് വെറുത്തുപോയി, ഭയങ്കരമായിട്ട് മടുത്ത്. ഹൈദരാബാദ് പോകുന്നില്ല തിരക്കും ട്രാഫിക്കും അവിടുത്തെ ഞാൻ ഒത്തിരി പോയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ അടി ഹൈദരാബാദ് സൂപ്പർ, നമുക്ക് അങ്ങനെ പോവാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടൈം പോയപ്പോ വെറുത്തുപോയി. എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇൻസിഡൻസ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയാ, നമുക്ക് മാനസികമായിട്ടൊരു ഇത് കിട്ടിയിട്ടില്ല. അതൊരു പ്രശ്നത്തിലേക്ക് മനസ്സിലായി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ടൈം ആയെന്നറിയാം. അവിടുന്ന് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇത്ര മാനേജ് ചെയ്തിരുന്നു, അതിന് താങ്ക് യു സോ മച്ച്. ആൻഡ് അവനി, ഇനിയും സിനിമകൾ വരുന്നോണ്ടിരിക്കുകയാണല്ലേ? ഇനി ഏതൊക്കെ ഒന്ന് പറഞ്ഞു. അതെ, മെയ് 1-ാം തീയതി റെട്രോ എന്ന് പറഞ്ഞ സൂര്യാങ്കിളോട് ഒരു ഫിലിം ചെയ്തു, അത് ഇറങ്ങണു. പിന്നെ മാർച്ച് 27 ഒക്കെ ആകുമ്പോഴത്തേക്കിനും വിക്രമങ്ങളുടെ കൂടെയുള്ള വീരധീര സൂര്യൻ എന്നുള്ള ഫിലിം ഇറങ്ങണു. പിന്നെ ഫെബ്രുവരി 27 26 മച്ചാന്റെ മാലാക എന്നുള്ള മൂവി അങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതിന്റെ പ്രൊമോഷനുകൾ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു, മച്ചാന്റെ മാലാക. അപ്പം എല്ലാം അടിപൊളിയാവട്ടെ. ആൻഡ് ആസ് എ ഒരു കിടിലം ആക്ടറും കൂടെ ആവട്ടെ എന്ന് ഞാനിപ്പോ പറയുന്നു. കാരണം എനിക്കത് മനസ്സിലായി, ഉള്ളിൽ ഗംഭീര ഒരു ആക്ടർ ഉണ്ടെന്ന്. ഗംഭീര ഒരു ആക്ടർ. അടുത്ത ഇന്റർവ്യൂ എടുക്കുമ്പോൾ ഒരു കിടിലം റോളും കൂടെ ഫോർ ഷുവർ. സിനിമ ചെയ്യുമ്പോ തന്നെ അതിനകത്ത് റോള് ആക്കണം. ഞാൻ ഒരുപാട് നോക്കി, അതിലില്ല എനിക്കുള്ള റോൾ. ആണല്ലേ? എന്നാ വേറെ കിടിലം വരും ഷുവർ ആയിട്ടും. അതെന്തായാലും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ നിങ്ങൾ രണ്ടുപേരും. അപ്പം അഞ്ജലി ഓൾസോ അടിപൊളിയാവട്ടെ. താങ്ക് യു സോ മച്ച്. അത് കൂട്ടാ ഒരു ഷെയ്ക്ക് ഹാൻഡ് തരൂ, ഒരു ഫ്ലൈങ് കിസ് തരൂ. ഒരു ഫ്ലൈങ് കിസ് കൊടുക്കും. ഐ ലവ് യു. ഐ ലവ് യു പറയൂ. അത് ഐ ലവ് യു പറ. എന്നോട് പറ. ഇങ്ങനെ പറയാം, ഐ ലവ് യു. ചോക്ലേറ്റ് മേടിച്ചു തരാമെങ്കിൽ പറയാം. ശരി, ഓക്കെ. അപ്പൊ താങ്ക് യു.